പണം സമ്പാദിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതെങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഭഗവാൻ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസം കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് അർജുനൻ ഭഗവാനോടൊപ്പം ഹസ്തിനാപുരത്തിന് പുറത്തുള്ള ഗ്രാമത്തിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു ചെറിയ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ ഒരു വൃദ്ധൻ വഴിയിലിരുന്നിട്ട് കരയുന്നത് കണ്ടു. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് കരയണതെന്ന്. വൃദ്ധൻ കണ്ണീരോടെ പറയുകയാണ്, ജീവിതം മുഴുവൻ ഞാൻ സമ്പാദിച്ചു, പക്ഷേ പണം എങ്ങനെ ചിലവാക്കണമെന്ന് ഒരിക്കലും പഠിച്ചില്ല. ആവശ്യമുള്ളപ്പോൾ ഞാൻ ചിലവാക്കിയില്ല. ഭാര്യയുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റിയില്ല. മക്കളോടൊപ്പം ഒരു ദിവസം സന്തോഷത്തോടെ യാത്ര പോയില്ല. ദരിദ്രർ വാതിൽ വന്നപ്പോഴൊക്കെ ഞാൻ അവർക്കൊന്നും കൊടുത്തേച്ചില്ല. പിന്നെയാകാം എന്ന് പറഞ്ഞ് എല്ലാം മാറ്റിവെച്ചു. ഇന്ന് പണം ബാക്കിയുണ്ട്, പക്ഷേ ഭാര്യയില്ല, മാതാപിതാക്കളില്ല, സുഹൃത്തുക്കളില്ല, ആരോഗ്യമില്ല. ഇപ്പം ഈ പണത്തിന് എന്നെ ചിരിപ്പിക്കാൻ കഴിയില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ നിശബ്ദനായി. അല്പം മുന്നോട്ട് നടന്നപ്പോൾ ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെ കണ്ടു. അവർക്ക് വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അന്ന് പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് വിശന്നെത്തിയ യാത്രക്കാരന് അവർ സന്തോഷത്തോടെ നൽകണ കണ്ടു. ഇത് കണ്ട് അർജുനൻ അത്ഭുതപ്പെടുകയാണ്. കേശവ, ഇവർക്കൊന്നുമില്ല, എന്നിട്ടും ഇവർ കൊടുക്കുന്നു. അവിടെ ധാരാളം ഉണ്ടായിരുന്നവൻ ഒന്നും നൽകിയില്ല. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന്. അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അർജുന, പണം മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം അത് ഒരു ഉപകരണമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ കയറിയാൽ അത് യജമാനനായിട്ട് മാറും. പണം ചിലവാക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് എവിടെ ചിലവാക്കുന്നു എന്നതാണ് ജീവിതത്തിൻ്റെ മൂല്യം തീരുമാനിക്കുന്നത്. അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ പണം എങ്ങനെയാണ് ചിലവാക്കേണ്ടത്? ഭഗവാൻ ശാന്തമായിട്ട് ഉത്തരം പറയുകയാണ്, ആദ്യം നീ നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ചിലവാക്കുക. അതിനുശേഷം നിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ചിലവാക്കുക. പിന്നീട് നിന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായിട്ട് ചിലവാക്കുക. അതിനുശേഷം ആവശ്യമുള്ളവരുടെ കണ്ണീരൊപ്പാൻ ചിലവാക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും ശേഷിക്കുന്നതിന് ഭാവിക്കായിട്ട് കരുതി വയ്ക്കുക. എന്നാൽ നാളെ ജീവിച്ചിരിക്കുമോ എന്നറിയാണ്ട് ഇന്നത്തെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചിട്ട് പണം മാത്രം കൂട്ടിവെക്കുന്നവർ ഏറ്റവും വലിയ ദരിദ്രനാണ്. കാരണം പണം ജീവിതത്തെ സുരക്ഷിതമാക്കാം, പക്ഷേ ജീവിക്കേണ്ട നിമിഷങ്ങളൊക്കെ തിരികെ വാങ്ങാൻ അതിന് പറ്റില്ല. അപ്പം അർജുനൻ ചോദിക്കുകയാണ്, അതായത് കൂടുതൽ സമ്പാദിക്കേണ്ടതില്ലേ ഭഗവാനെ എന്ന്. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, സമ്പാദിക്കണം അർജുന, ധാരാളം സമ്പാദിക്കണം. പക്ഷേ ഓർക്കുക, പണം കൈവശം ഉണ്ടാകുന്നത് അനുഗ്രഹമാണ്. പണം ഹൃദയം കൈവശപ്പെടുത്തുന്നത് ദുരന്തമാണ്. ചിലവാക്കുമ്പോൾ ആഡംബരത്തിനല്ല, അർത്ഥത്തിനാണ് മുൻഗണന നൽകേണ്ടത്. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന പണമാണ് യഥാർത്ഥ സമ്പത്ത്. മരണശേഷം നിന്റെ ബാങ്കിലെ സംഖ്യകളൊന്നും ആരും ഓർക്കാൻ പോണില്ല. പക്ഷെ നിന്റെ പണം കൊണ്ട് വിരിഞ്ഞ ഒരു പുഞ്ചിരി, രക്ഷപ്പെട്ട ഒരു ജീവിതം, അവ കാലം മായ്ക്കാത്ത സമ്പത്തായിട്ട് എന്നും നിലനിൽക്കും. അർജുനൻ കൃഷ്ണൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആ ദിവസം അർജുനൻ മനസ്സിലാക്കി, പണം എത്ര സമ്പാദിച്ചു എന്നതല്ല ജീവിത വിജയം, അത് എത്ര വിവേകത്തോടെ, സ്നേഹത്തോടെ, ധർമ്മത്തോടെ ചിലവാക്കി എന്നുള്ളതാണ് യഥാർത്ഥ സമ്പത്ത്.